ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദ ഡെയിലി ലൈഫ് ഓഫ് ദി ഇമ്മോർട്ടൽ കിന്നുകൊണ്ടുള്ള ജാപ്പനീസ് ആനിമേ ടി വി സീരീസിൻ്റെ സീസൺ 3 എപ്പിസോഡ് 3 ആണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വാങ്, ചെന്ന്, ഗോ അതുപോലെ തന്നെ ഫ്രോഗിനെയാണ് കാണുന്നത്. ഒരു കാട്ടിലേക്ക് ഔഷധ സസ്യങ്ങൾ തേടിയിട്ട് വന്നതായിരിക്കും. അപ്പം നമ്മുടെ ഫ്രോഗി ആണെങ്കിൽ അതിൻ്റെ സ്മെല്ലിംഗ് സെൻസിൻ്റെ പവർ യൂസ് ചെയ്തിട്ട് തന്നെ ഇവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഈ ഫ്രോഗി ആണെങ്കിൽ ഒരു സൈഡിലേക്ക് ചൂണ്ടി കാണിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ അവിടെയാണ് ഔഷധ സസ്യമുള്ള വിചാരിച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോവും. പക്ഷെ ഇവനാണെങ്കിൽ ഏതൊരു ബീസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ മേത്ത് കയറി കാല് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അവനെ കളിയാക്കിയിട്ട് പറയും, എടാ അതൊന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ നടക്കുക, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് ബീസ്റ്റോട് ചെറുതാവാൻ വേണ്ടിയിട്ട് വരലുണ്ട്. അങ്ങനെ അതിന് ശേഷം സീന് മാറിയിട്ട് കാണുന്നത് നമ്മൾ ഫ്രോഗി ആണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഫേസൊക്കെ വെച്ചിട്ട് ഒരു സ്ഥലത്ത് പോകും. അവിടെ ആണെങ്കിൽ 4 കൈയുള്ള ഒരു ബീസ്റ്റ് ആയിട്ടുള്ള ഒരു ഗൊറില്ല ഉണ്ടാവും. അങ്ങനെ ഈ ബീസ്റ്റിനെ കണ്ടുപാടന്നെ ഈ ചെന്നി അതുപോലെ തന്നെ ഗോ ഭയങ്കര ഒച്ചമ്പിളി ഉണ്ടാക്കിയിട്ട് അവിടുന്ന് വണ്ടും. പിന്നെ ഇവരെ വേണം ചെയ്യേണ്ട ഈ ഫ്രോഗി ആണെങ്കിൽ അതിനെക്കാട്ടി സ്പീഡിലേക്കും വണ്ടിണ്ടാവുക. ഫ്രോഗി ആണെങ്കിൽ സെൻസ് ചെയ്തിട്ടൊന്നും പറയുകയും ചെയ്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഫ്രോഗി ആണെങ്കിൽ ഒരു ട്രാപ്പിൽ പെടും. ട്രാപ്പിൽ പെട്ട പാടിൻ്റെ ഈ ട്രാപ്പ് വെച്ചവരെ കുറേ കുറ്റം പറഞ്ഞിട്ട് കുറേ തെരുവ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ബീസ്റ്റ് ഇവൻ്റെ മുന്നിക്ക് വരിക. അപ്പോൾ ബീസ്റ്റിനെ കണ്ടു പറഞ്ഞാൽ ഫ്രോഗിയുടെ വായി അടയും. അങ്ങനെ ഗൊറില്ല ബീസ്റ്റ് ഇവനെ കൊന്നണാന്ന് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് വേറൊരു ബീസ്റ്റ് വരിക. അതിന് പേരാണ് വോൾക്കാനോ ബീസ്റ്റ്. വോൾക്കാനോ ബീസ്റ്റ് വന്നിട്ട് ഇവർ രണ്ടാളും ഭയങ്കരമായിട്ട് അവിടെ ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വോൾക്കാനോ ബീസ്റ്റിനെ ഇവിടെ കണ്ടപ്പോൾ ഈ വാങ്ങിനും ടീമിനും മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ വോൾക്കാനോ ബീസ്റ്റിന് ഇവിടെ എന്താ കാര്യം? കാരണം വോൾക്കാനോ ബീസ്റ്റ് വോൾക്കാനോലല്ലേ ഉണ്ടാവേണ്ടത്. അതിൻ്റെ ശേഷം വോൾക്കാനോ ബീസ്റ്റ് ആണെങ്കിൽ വായന ലാവ ഇട്ടിട്ട് ഈ ഗൊറില്ല ബീസ്റ്റിനെ നശിപ്പിച്ചാളെ, അതായത് കൊന്നാളെ. അതിൻ്റെ ശേഷം എന്താ കാണുക വെച്ചാൽ ഈ പോക്കിമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനിമയിൽ പോക്കിമോനെ ഒരു പോക്കി ബോളിൽ വെക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ബീസ്റ്റിനെ ആണെങ്കിൽ ഒരു ബീസ്റ്റിനെ ഇട്ടേക്കണ ഒരു പാത്രത്തിൻ്റെ അകത്ത് ഒരാൾ അടച്ചേക്കും. അപ്പോൾ ഈ അടച്ചേക്കണ വേറെ ആരും ആയിരിക്കില്ല, നമ്മളെ ടാങ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ ശേഷം ടാങ് പറയും, ഇങ്ങൾക്കറിയോ ഡീമൺ വേൾഡിൽ ഒരു റൂളുണ്ട്. എന്താ വെച്ചാൽ ആരെങ്കിലും ഒരാൾ ഒരു ഡീമൺ വേൾഡിലെ ഒരു ബീസ്റ്റിനെ അതിൻ്റെ ഒരു കുപ്പിയിൽ എന്തെങ്കിലും ആക്കി വെക്കുകയാണെങ്കിൽ ആ ബീസ്റ്റ് പിന്നെ അയാൾക്ക് സ്വന്തമായിരിക്കും. പിന്നെ ഈ ഡീമൺ ബോൾ ആണെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക യോഷിക്കോൻ്റെ ഫാമിലി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇത് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ടാങ് ആണെങ്കിൽ നമ്മൾ ടീമിനെ ഓരോ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ക്ഷണിക്കും. അപ്പോൾ കേട്ട് പറഞ്ഞ ഗു പറയും, എൻ്റെ കുട്ടികൾക്കൊന്നും ഞങ്ങൾക്ക് സമയമില്ല. പിന്നെ മാത്രമല്ല ഡീമൺസ് അറിയണ കളിക്കാനുള്ളൊരു സാധനമില്ല. പിന്നെ ഈ ഡീമൺ ബീസ്റ്റ് അറിയണത് എപ്പോഴും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കോളൊന്നുമില്ല. അപ്പോൾ ഇത് കേട്ട് പറഞ്ഞ ടാങ് പറയും, പേടിയാണെങ്കിൽ പറഞ്ഞാൽ പോലെ മോനെ എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കിയിട്ട് അവിടുന്ന് പോകും. അങ്ങനെ വാങ്ങും ടീം അവിടുന്ന് പോകാൻ നിൽക്കുമ്പോഴേക്കും മുകളിൽ ഒരാൾ തൂങ്ങിക്കിടങ്ങി കാണിക്കും. അവനെങ്കിൽ ഇട കള്ള ഹിമാറോളി ഇനിയും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വെച്ച് വെളി ഉണ്ടാക്കും. ആർക്കും ഇന്നൊരു വില ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സീൻ മാറിയിട്ട് കാണുന്നത്. അങ്ങനെ അതിന് ശേഷം കാണുന്നത് ഗോ എന്താ ഇത്രക്ക് ചൂടാവാൻ കാരണം എന്ന് വെച്ചാൽ ഓൻ്റെ ഫാമിലി ഒരു പെറ്റ് ഷോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഓരോരുത്തർ വന്നിട്ട് ഈ പെറ്റുകളൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓരോന്തൊക്കെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഒഴിവാക്കിയിരിക്കും റോഡ് സൈഡിലൊക്കെ ആയിട്ട്. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അവിടെ ഒരു എന്താ പറയുക മുയൽ അവിടെ ഒരു ട്രാപ്പിൽ വിട്ട് കാണാം. അപ്പം തന്നെ ഗുവ മരത്തുമ്പോൾ കയറിയിട്ട് അതിനെ പെട്ടെന്ന് ഫ്രീ ആക്കും. എന്നിട്ടും പറയും, ആർക്കറിയാം നമ്മളെ ഈ ടാങ് ആണെങ്കിൽ എത്ര കെണി ഇതുമാർക്ക് വെച്ചിട്ടുണ്ടാവും, പാവ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറയും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മൾ ഫ്രോഗിക്കാണെങ്കിൽ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് എന്തോ ഫീൽ ചെയ്യും. അപ്പോൾ ഫ്രോഗി ആണെങ്കിൽ ആ ഭാഗത്ത് കൊണ്ടുപോകും. ആ ഒരു മരത്തിൻ്റെ ഭാഗമായിരിക്കും. ആ മരത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് ബേബി യൂണിക്കോൺ ഉണ്ടാവും. അതിൻ്റെ മേത്ത് നിന്നാണെങ്കിൽ ഗോൾഡൻ ബ്ലഡൊക്കെ ആകെ പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ കണ്ട പാടിന് നമ്മൾ പട്ടി പറയും, ഇനി എന്തായാലും നമുക്ക് ഇതിനെ രക്ഷിക്കാൻ പറ്റില്ല, നമുക്കിതിന് ശരിക്കും പറഞ്ഞാൽ പൊരിച്ച് തിന്നാണ്ട് പൊരിക്കണോ വേവിക്കണോ പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും മറ്റവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് എല്ലാം ഞാൻ വെറുതെ പറഞ്ഞതാ, നിങ്ങളിതൊക്കെ സീരിയസ് ആക്കുമോ, ഇതിനൊക്കെ തിന്നാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. അങ്ങനെ ഒരു പെട്ടെന്ന് ഗുവൻ്റെ വീട്ടിൽ പോകും. ഗുവൻ്റെ വീട്ടിൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ ഒരു പെറ്റ് ഷോപ്പ് ആയതുകൊണ്ട് തന്നെ പെറ്റിന് എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് അറിയുണ്ടാവും. പക്ഷേ എങ്കിലും അവർക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു അച്ഛനും അമ്മയും ഉണ്ടാവില്ല. അപ്പോൾ ഗുവ ആണെങ്കിൽ അന്ന് ശരി ഞാൻ ചെക്ക് ചെയ്യാം, എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും യൂണിക്കോണിൻ്റെ ബ്ലഡ് ആണെങ്കിൽ നിൽക്കണമെന്നെ ഉണ്ടാവില്ല, പിന്നെ വന്നുകൊണ്ടിരിക്കും. കാണുമ്പോൾ ഇവരൊക്കെ പാടി ആകെ പാനിക്കാവും. പക്ഷെ വാങ്ങാണെങ്കിൽ തീരെ പാനിക്കാവുന്നു. ഭയങ്കര പീസ്ഫുള്ളി അവൻ്റെ ഒരു ഡ്രൈ നൂഡിൽസിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ വായിക്ക് വെച്ച് കൊടുക്കും. അപ്പം തന്നെ ഇൻസ്റ്റൻ്റ്ലി അതിൻ്റെ ആ വൂണ്ട് ഭയങ്കരമായിട്ട് ഹീലാവും. അപ്പോൾ ഇത് കാരണം തന്നെ അവൻ്റെ അവിടുത്തെ പാടൊക്കെ മാറും. ജസ്റ്റ് ആ ബ്ലഡിൻ്റെ കുറച്ച് സ്റ്റെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഓൻ്റെ നൂഡിൽസ് വഴി അവൻ്റെ ഹീലിംഗ് മാജിക്ക് പാസ് ചെയ്തിരിക്കും. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് റിക്കവറായിട്ട് അവർ നീന്തി കളിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിന് വൈറ്റ് സ്കിൻ ടോൺ കണ്ടിട്ട് നമ്മൾ ഗോ ആണെങ്കിൽ അതിൻ്റെ പേര് സിൽവിയ എന്ന് വെക്കും. അതിൻ്റെ ശേഷം സിൽവിയ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ബാങ്കിൻ്റെ അടുത്ത് പോകും. കാരണം എന്ന് വെച്ചാൽ അതിന് ഡ്രൈ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ തിന്നാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഈ സിൽവിയനെ ട്രാക്ക് ചെയ്തിട്ട് നമ്മളെ ടാങ്ങും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റും വരിക. അതിൻ്റെ ശേഷം ടാങ് ആണെങ്കിൽ നമ്മളെ ഹീറോസിനോട് അറിയും, രണ്ടാൾക്കാർ ഒരാണെങ്കിൽ ഈ ബീസ്റ്റിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫിസിക്കലി ഫസ്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ബീസ്റ്റ് ആ രണ്ടാൾക്കാർക്കുള്ളതാണ് പറയും. വിച്ച് മീൻസ് ടാങ് ഇപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ സിൽവിയ അതിപ്പോൾ ടാങ്ങിൻ്റെ ഇടയിലാണ്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് ഈ സിൽവിയനെ ടാങ് ആയിരിക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കേട്ട പാടിനെ നമ്മളെ ചെന്നൈനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അറിയുമ്പോഴേക്കും ഗോ പറയും, അത് വേണ്ട, ഇവർക്ക് ഈ സിൽവിയനെ വേണമെങ്കിൽ
ഒരാൾ മാച്ചിൽ ജയിക്കണം. കാരണം എന്താ വെച്ചാൽ മാജിക്കൽ ബീസ്റ്റ് അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമൊന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടീമും ഓരോ മാജിക്കൽ ബീസ്റ്റോൾ വെച്ചിട്ട് ഈ പറയുന്ന മാച്ച് വെക്കുകയാണ്. അപ്പോൾ ഏത് ടീമാണോ ജയിക്കുന്നത് ആ ടീമിനായിരിക്കും ഈ പറയുന്ന ഈ മാജിക്കൽ ബീസ്റ്റിന് കിട്ടുക. അങ്ങനെ ടാങ് ആണെങ്കിൽ അവൻ്റെ വോൾക്കാനോ ബീസ്റ്റിനായിരിക്കും അവനെ ഇറക്കുണ്ടാവുക. എന്നെ പറയും, അല്ലടാ എൻ്റെ അടുത്ത് ബീസ്റ്റ് ഉണ്ടോ, ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, എനിക്കൊന്നും കാണിച്ചായിരിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഗോ പറയും ഉണ്ട് പറഞ്ഞിട്ട് ഫ്രോഗിനെ കാണിക്കും. എന്നിട്ട് ഗോ ആണെങ്കിൽ നമ്മൾ ഫ്രോഗിനോട് പറയും ചിലയുടെ മുത്തേ അനെ കൊണ്ടാണ് എന്തിനും നമുക്ക് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഫ്രോഗി ആണെങ്കിൽ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയാം എനിക്കൊന്ന് വയ്യാറും. എന്നിട്ട് ഫ്രോഗി പറയും, എടാ പൊന്നാര ചങ്ങായി അതിൻ്റെ വലിപ്പം നോക്കി നോക്കുക, ഇതിൻ്റെ വലിപ്പം നോക്കി നോക്കുക, എനിക്കൊന്നും പറ്റില്ല അതിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ടാങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് അവനെ കാലിയാക്കും. അപ്പോൾ വേങ്ങാണെങ്കിൽ നമ്മൾ ഫ്രോഗിനോട് ഭയങ്കര സൗണ്ട് അടിച്ചിട്ട് ബാക്കിയുള്ളവരൊന്നും കേൾക്കാത്ത രീതിക്ക് പറയും മൈൻഡ് യുവർ വേർഡ്സ്, ഗുവനോട് നല്ലപോലെ പെരുമാറാറ്. അത് കേട്ടപ്പോൾ തന്നെ അവന് പിന്നെ ഒന്നും പറയില്ല എന്നുള്ള രീതിക്ക് അവൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും സിൽവി ആണെങ്കിൽ ഓളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓള് സ്ട്രെയിറ്റ് ആയിട്ട് ഈ പറയുന്ന വോൾക്കാനോ ബീസ്റ്റിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലും. അപ്പോൾ ഗു ആണെങ്കിൽ കുറേ തടയാൻ നോക്കും. കാരണം എന്താ വെച്ചാൽ അത് വലിയൊരു ബീസ്റ്റാണ്, ഇതാണെങ്കിൽ ഒരു ബേബി ബീസ്റ്റാണ്. പക്ഷെ സിൽവിയയുടെ കോൺഫിഡൻസ് കണ്ടിട്ട് വാങ് പറയും അല്ല അവൾക്ക് ഒരു അവസരം കൊടുത്തു നോക്കുക. ടാങ് ആണെങ്കിൽ പൊട്ടിച്ചെച്ചിട്ട് പറയും ഈ ബേബി ബീസ്റ്റാണോ എൻ്റെ ഈ വലിയ വോൾക്കാനോ ബീസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോണ, കൊന്ന് തള്ളട അതിനെന്ന് പറഞ്ഞിട്ട് അതിനെ പറഞ്ഞേക്കും. അപ്പോൾ ഗു ആണെങ്കിൽ സിൽവിയ എൻ്റെ പവർ യൂസ് ചെയ്യേണ്ട സമയത്തിന് എൻ്റെ പവർ കാണിച്ചു കൊടുക്കാറും. അപ്പോൾ സിൽവിയക്കും അറിയില്ല, ശരിക്കും പറഞ്ഞാൽ ഗുവക്കും അറിയില്ല എന്താണ് അതിൻ്റെ പവർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിൽവിയ ആണെങ്കിൽ ഇവൻ്റെ അറ്റാക്ക് ഒന്നും കൊള്ളാതിരിക്കാൻ മാത്രമേ നോക്കണുള്ളൂ, അല്ലാതെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കണില്ല. കാരണം എന്താ വെച്ചാൽ സിൽവിയക്ക് എന്താ പവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗു ആണെങ്കിൽ എൻ്റെ കൊമ്പ് വെച്ചിട്ടൊന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാൻ അറിയുമ്പോൾ ഇതാണെങ്കിൽ ഓടി ചെന്ന് ഒറ്റ കുത്തണ്ട് കൊടുക്കും. പക്ഷേങ്കിൽ ഈ വോൾക്കാനോ ബീസ്റ്റിൻ്റെ ഈ പുറത്തുള്ള ഈ ചട്ട എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇമ്മ തട്ടിയോണ്ട് തന്നെ സിൽവിയക്ക് ഭയങ്കരമായിട്ട് തല ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇവനാണെങ്കിൽ പറയും എടാ ഈ ഫയർ ഇട്ടിട്ട് അറ്റാക്ക് ചെയ്യുക പറയും. അപ്പോൾ ഈ ഫയർ അറ്റാക്കിൽ നിന്ന് നമ്മളെ സിൽവി ആണെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിലും അത് വേറൊരു തീൻ്റെ ഒരു വലയത്തിൻ്റെ അകത്ത് പെട്ടു പോകണം. അപ്പോൾ ഇവനാണെങ്കിൽ പറയും എടാ എൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള ആ ഇതില്ലേ അത് യൂസ് ആക്കുക പറയും. അപ്പോൾ ഫൈനൽ അറ്റാക്കിന് പോകാൻ നിൽക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ സിൽവിനെ ഇനി ഒരിക്കലും രക്ഷിക്കാൻ പറ്റില്ല, ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് കാണുമ്പോൾ വാങ് ആണെങ്കിൽ നേരെ ഈ സിൽവിയയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലും. അതിന് ശേഷം നേരത്തെ വാങ് കൊടുത്തിരുന്നില്ലേ സിൽവിയക്ക് ആ ഡ്രൈഡ് നൂഡിൽസിൻ്റെ ഒരു പീസ്, അതിൻ്റെ ഒരു ചെറിയ പീസ് ഓളെ DNA ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇതുവഴി വാങ്ങിന് കുറച്ച് പവേഴ്സ് ഈ സിൽവിയക്കും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ സിൽവിയ കുറച്ചുകൂടി ഗ്രോ ആയിട്ട് കുറച്ച് വലിയ സിൽവിയാവും. അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ കുറച്ചൊക്കെ പവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പവേഴ്സ് യൂസ് ചെയ്യാനും അറിയാം. അത് കാരണമായിട്ട് നമ്മൾ സിൽവി ആണെങ്കിൽ ഇതിൻ്റെ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇവനാണെങ്കിൽ എന്തിപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതായിട്ടുണ്ടാവും. അതിന് ശേഷം വാങ്ങാണ് സിൽവേനോട് പറയും തീർത്ത് കളഞ്ഞാളാണ്. അപ്പോൾ സിൽവി ആണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക്, അതായത് ഈ വോൾക്കാനോ ബീസ്റ്റിൻ്റെ അടുത്തേക്ക് ഓട്ടം കണ്ടപ്പോൾ തന്നെ വോൾക്കാനോ ബീസ്റ്റ് ആകെ പേടിച്ചിട്ട് ഈ നമ്മളെ മാസ്റ്ററിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ഓടും. പക്ഷെ സിൽവി ആണെങ്കിൽ അതിൻ്റെ കൊമ്പ് യൂസ് ചെയ്തിട്ട് ഒറ്റ കുത്താണ്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു കുത്തിൽ ഇതിൻ്റെ മാസ്റ്ററിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് ദൂരത്തേക്ക് ഈ വോൾക്കാനോ ബീസ്റ്റ് തെറിച്ചു പോകും. അപ്പോൾ സിൽവി ജയിച്ചാണ്. അപ്പോൾ ഹീറോയിൻ്റെ ടീമൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. കാരണം എന്താ വെച്ചാൽ സിൽവി ജയിച്ചു. അതിന് ശേഷം സീനിയർ കട്ടായിട്ട് കാണുന്നത് ടാങ്ങിനായിരിക്കും. ടാങ് ആണെങ്കിൽ ഓനുണ്ടാക്കിയ ഈ ഗണി തന്നെ ഓൻ തന്നെ കുടുങ്ങിയിട്ടുണ്ടാവും. ഓൻ്റെ സാധനങ്ങളൊക്കെ താഴത്തേക്കും ചാടിയിട്ടുണ്ടാവും. ആ സാധനങ്ങളുടെ ഇടയിലേക്കും ഓൻ്റെ സ്വേർഡ് ഉണ്ടാവുക. അപ്പോൾ ഈ സ്വേർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓനക്ക് കട്ട് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുക. അങ്ങനെ ഓൻ എത്തിപ്പിടിച്ചാൽ പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും അവൾക്ക് മുയൽക്കുട്ടി വന്നിട്ട് ഓൻ്റെ ആ സ്വേർഡ് എടുത്തിട്ട് അവിടുന്ന് മണ്ടി പോകും. അപ്പോഴാണ് ടാങ്ങിന് നമുക്ക് മനസ്സിലാവുക ഓനെ ഗിണിയിൽ വരുത്തിയ ആ സെയിം മുയൽക്കുട്ടി ആയിരിക്കും അത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സീൻ മാറിയിട്ട് കാണുന്നത് നമ്മൾ കുട്ടി മുയലിൻ്റെ അച്ഛനാട് വരും. അച്ഛനാണെങ്കിലും ഭയങ്കര മസിൽ 6 പാക്ക് ആയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ബോയ്സ് ഒരു മാത്രമേ കഴിക്കണം ഒച്ചമണിയുണ്ടാകും. ആൻഡ് അങ്ങനെ ഇത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് ചെയ്യുന്നത്. പിന്നെ അറിയാം ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വലിയ കുമ്പണ്ടായിട്ടില്ല. സോ ഇഷ്ടപ്പെടുന്നതിലേക്ക് സപ്പിയ താങ്ക് യു.